കൂട്ടുകാരെ, രാജേഷ് വടക്കഞ്ചേരിയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല കാലാവസ്ഥയുണ്ട്. നല്ല ആൽമരത്തിന്റെ ചുവട്ടിലൊരു കുഞ്ഞു കടയുണ്ട്. നമ്മുടെ ബേബി ചേച്ചിയാണ് ഈ കട നടത്തുന്നത്. രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. നല്ല നാടൻ പാലക്കാടൻ ഇഡ്ഡലിയും അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ട്. ഈ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിനകത്താണ് ഇങ്ങനെ ഒരു കട. ഈ സൈഡിലായിട്ട് ഒരു കടയുള്ളത്. എന്തായാലും ഇവിടുത്തെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രുചിക്കൂട്ടുകൾ കാണാം. വരൂ. എന്റെ പേരെന്താണ്? എന്റെ പേര് സുനീഷ്. ബസ്സിലാണല്ലേ ജോലി? ബസ്സിലെ കണ്ടക്ടർ. നമ്മുടെ കമ്പനി തന്നെ പൊന്നൂസ് പറയും. പൊന്നൂസ് എന്ന് പറയും അല്ലേ? ചേച്ചിയുടെ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഞാൻ ആദ്യമായിട്ടേ വന്ന് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ഭക്ഷണം? ഭക്ഷണം നന്നായിരുന്നു, കുഴപ്പമില്ല, നന്നായില്ലല്ലോ. അതല്ലേ, എന്തൊക്കെയാണ് നമ്മുടെ നാടൻ സ്റ്റൈലല്ലേ? നാടൻ സ്റ്റൈലിൽ കുഴപ്പമില്ല. ഞാൻ അല്ലെങ്കിൽ അവിടെ പോയിട്ട് പാലക്കാട് വന്ന് കഴിക്കുന്നത്. ഇന്ന് ഈ വഴി വരുമ്പോ ഞായറാഴ്ച പിന്നെ ഇഡ്ഡലി കഴിക്കാം. ഇഡ്ഡലി ഇഷ്ടപ്പെട്ട? നിങ്ങൾ കഴിച്ചിട്ടില്ല? അല്ല, ഞാൻ കഴിക്കാൻ പോകുള്ളൂ. സൂപ്പറായിട്ട്. ചട്നി, സാമ്പാർ. ഓക്കെ, കഴിക്കാം. ചേച്ചി, എന്താ വിശേഷം? ചേച്ചിയുടെ പേരൊന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ബേബിയാണ്. എത്ര കാലമായി ഇവിടെ? ഒരു വർഷമായി അല്ലേ? എന്തായാലും ഞാൻ മുമ്പ് കഴിച്ചപ്പോ ഭയങ്കര ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ഈ ഭക്ഷണം കഴിക്കാൻ വന്നേക്കുന്നത്. നാടൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാം. വെപ്പും കൊടുക്കുന്നതും ചായ അടിക്കുന്നതും എല്ലാ സംഭവം അല്ലേ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഈ ഫീൽഡില്? അതെ അല്ലേ? പിന്നെ വീട്ടിൽ വെച്ചുള്ള പരിചയം. പിന്നെ വല്ല 28 കാര്യങ്ങളൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കും. എന്തൊക്കെയുണ്ട് ഇപ്പൊ കഴിക്കാൻ? ഇപ്പൊ ഇഡ്ഡലി, സാമ്പാറ്, ദോശ, ചമ്മന്തി, ചട്നി, പിന്നെ എണ്ണക്കടികള്, ഉള്ളിവട, മുട്ട, അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ തനിയെ എല്ലാം ഉണ്ടാക്കും. വാങ്ങിക്കുന്നില്ല. എന്തായാലും നല്ല നാടൻ സ്റ്റൈലിലാണ് ചേച്ചി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ വന്നത്. പിന്നെ ഉച്ചക്ക് കഞ്ഞി, ഒരു ഉപ്പേരി, അച്ചാറ്, പപ്പടം, മുളക് വറുത്തത്, പിന്നെ ഓംപ്ലേറ്റ് വേണ്ടവർക്ക് കൊടുക്കും. ഓംപ്ലേറ്റും ഉണ്ടല്ലേ? ഉച്ച വരെ ഉള്ളൂ? ഇല്ല, ഞാൻ 4 മണി വരെ. 4 മണി വരെ. 5:30 വരെ. വൈകിട്ട് ചായക്ക് എണ്ണക്കടി ഉണ്ടാക്കും. അങ്ങനെയാണല്ലേ? എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. നമ്മുടെ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ്. എല്ലാ ദിവസവും ചേച്ചി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നല്ല ഭക്ഷണമാണ്. എന്തായാലും ഞാൻ ഒന്ന് കഴിക്കട്ടെ, എന്നിട്ട് പറയാം. അപ്പൊ ബേബി ചേച്ചി ഇത് ചൂട് ദോശ ചുട്ടിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ചട്നി ഒന്ന് ഒഴിക്കാം. വീണ്ടും ചൂടോടുകൂടി വരുന്നുണ്ട്. നല്ല തിക്കുള്ള സാമ്പാർ കേട്ടോ. ചമ്മന്തി, നല്ല തിക്കുള്ള നല്ല ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിപ്പൊടി. അപ്പൊ കഴിച്ചു തുടങ്ങാം. നല്ല നാടനായിട്ടാണ്, നാടൻ രീതിയിലാണ് ചേച്ചി കൊടുക്കുന്നത്. അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാ. പൊടി പിന്നെ ചമ്മന്തി കണ്ടില്ലേ? ചമ്മന്തി നല്ല ടേസ്റ്റാ. അപ്പൊ ഇഡ്ഡലി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാ. 2 എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഇങ്ങനെ സാമ്പാർ ഒഴിച്ചു, ചട്നി ഒഴിച്ചു. ഈ ചമ്മന്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ഡലിപ്പൊടി. ചേച്ചി ഇതൊക്കെ ചേച്ചി തന്നെ ഉണ്ടാക്കുന്നതല്ലേ? ഇഡ്ഡലിപ്പൊടിയൊക്കെ ചേച്ചി തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല നാടൻ രീതിയിൽ ഭക്ഷണം കഴിക്കാം. അവിടെ മുട്ട പുഴുങ്ങിയതും കൂടി തന്നിട്ടുണ്ട് ചേച്ചി. ചൂട് ദോശ വീണ്ടും വന്നേക്കുന്നുണ്ടാ.
ഇഷ്ടമായതുകൊണ്ടാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, ചൂടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വീണ്ടും മേടിച്ചു. മുട്ട പുഴുങ്ങിയതൊന്ന്. അപ്പോൾ നല്ല നാടൻ ടേസ്റ്റോട് കൂടി നാടൻ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് ലൊക്കേഷൻ. ബേബി ചേച്ചിയാണ് നടത്തുന്നത്. നല്ല ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടും. അത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ വരൂ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ. രാജേഷ് വടക്കഞ്ചേരി. അത് നല്ല ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാ ചേച്ചി തന്ന്. ഒക്കെ കുടിച്ചു നോക്കാം. നല്ല ചായ, ചേച്ചിയുടെ ചായ നല്ല ടേസ്റ്റാണ്.